ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രാഫി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കരിയർ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് വീഡിയോസാണ് ഇനി എൻ്റെ ചാനലിൽ കുറച്ച് നാളത്തേക്ക് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുറത്ത് പോയി പഠിക്കാൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കോഴ്സുകളും ഇതിനെയൊക്കെ പറ്റിയിട്ട് എങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിലെ എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത്. എനിക്ക് വർക്കൗട്ട് ആയ കാര്യങ്ങളും വർക്കൗട്ട് ആവാതിരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആയുർവേദം നാട്ടിൽ പഠിച്ച ഒരാൾക്ക് പുറത്തോട്ട് പഠിക്കാൻ നമ്മൾ കുറച്ചും കൂടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യം 2019 ടുവേർഡ്സ് ദ എൻഡ്, കോവിഡിന് പ്രീ കോവിഡായിട്ട് ഇതേപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൺലൈനിൽ കണ്ട ഒരു ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റും പബ്ലിക് ഹെൽത്തുമാണ് നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകളുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈ പുറത്തോട്ട് പോകാൻ ആയിട്ടുള്ളൊരു ചോയ്സ് എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് സ്ട്രോങ് ആയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഡിസിഷനിലോട്ട് എത്താനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ തോന്നി. ആ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് റിസർച്ച് ചെയ്യണം എന്നൊക്കെ തോന്നി. പക്ഷേ ഇങ്ങനെ ഏജൻസി പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇനിയും ഡേയ്സ് കളയാതെ എത്രയും പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങാം എന്നായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ജാനുവരിയിൽ 2020-ലും സെപ്റ്റംബർ 2020-ലാണ് പിന്നെ മെയിൻ ഇൻടേക്ക് വരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് UK മാത്രമായിരുന്നു ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷനൊക്കെ സാങ്ഷനായി, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നത്. അത്രയായിരുന്നു എൻ്റെ ഒരു അറിവ് ആ സമയത്ത്. അപ്പോൾ ജാനുവരി ഇൻടേക്ക് ഭയങ്കര ചെറിയൊരു ഇൻടേക്കാണ്, അത് കുറച്ച് ആൾക്കാരൊക്കെ അവരെടുക്കത്തുണ്ടാവുള്ളൂ. അതേസമയം സെപ്റ്റംബർ ഇൻടേക്ക് ആണെങ്കിൽ മെയിൻ ഇൻടേക്കാണ്, അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് കോഴ്സുകളും കാണും. ഐ തിങ്ക് ജാനുവരിയിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്തു ആ സമയത്ത്, അതോ സെപ്റ്റംബറിൽ ഒരു തവണ അപ്ലൈ ചെയ്തു. അത് കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് വിത്ത് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ഒരു റോളാണ്, ആ ഒരു കോഴ്സിനാണ് അപ്ലൈ ചെയ്തത്. ആ കോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാരണം വേറെ റിസർച്ച് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല, ഒറ്റയടിക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്താൽ കിട്ടുമോ ഒന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു ഏജൻസി വഴി. ആ സമയത്ത് ഏജൻസീസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങില്ല. അവരുടെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 1000 pounds, ഏകദേശം നാട്ടിലെ 1 ലക്ഷം രൂപ ആ സമയത്ത് അവർക്ക് കമ്മീഷനായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീസൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവർ റെഡിയാക്കിയിട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നതിനെ പറ്റിയൊക്കെ എഗെയിൻ റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. അങ്ങനെ ഇരുന്നപ്പോൾ ആകെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തുള്ളൂ. ആ ആപ്ലിക്കേഷൻ കൺഫേം ആയി, അതായത് നമുക്ക് ഏജൻസി വഴി അപ്ലൈ ചെയ്തു, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അവർ ഇത് പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചാടി ഡിസൈഡ് ആക്കണ്ട, കുറച്ചും കൂടെ ആലോചിച്ച് കുറച്ചും കൂടെ റിസർച്ച് ആക്കി എനിക്ക് പിന്നെയും ഈ പഠിക്കാൻ ആ മൊഡ്യൂളും കാര്യങ്ങളും ആ യൂണിവേഴ്സിറ്റിയിലെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചൊരു താല്പര്യക്കുറവ് വന്നു. പിന്നെ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് സൈഡിലോട്ടാണ് പോകുന്നതെന്നൊരു തോട്ട്. ആദ്യം ഇത് പഠിക്കാനൊരു താല്പര്യമുള്ള സാധനം കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. കാരണം ആയുർവേദം പഠിക്കാൻ ചേർന്നപ്പോൾ എനിക്കൊരു താല്പര്യം ഒന്നും ഉണ്ടായില്ല, പഠിച്ചപ്പോഴും ഉണ്ടായില്ല. പക്ഷേ ഇനി എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അത് കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമുണ്ടായി. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അത് പ്രൊസീഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു സെപ്റ്റംബർ 2020. അപ്പോൾ ഈ സമയത്ത് നാട്ടിൽ ലോക്ക്ഡൗൺ ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ റിസർച്ചിലോട്ട് കിടന്നു. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK ആയിരുന്നു ആദ്യം നമ്മൾ ഈസി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചത്. അതേസമയം ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ നമുക്ക് ഫീസ് വേണ്ട, അതേസമയം നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് ഷോ മണി കാണിച്ചാൽ മാത്രം മതി, നമ്മൾ ഫീസ് അടയ്ക്കണ്ട എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായി, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയ കാരണം.
അങ്ങനെ ജർമ്മനിയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ ആ സമയത്ത് യൂസ് ചെയ്തൊരു വെബ്സൈറ്റാണ് മാസ്റ്റേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഈ വെബ്സൈറ്റിൽ എല്ലാ ദിവസവും കയറും. ആയുർവേദ റിലേറ്റഡ് ആയിട്ട്, അതല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഹെൽത്ത് കെയർ സയൻസ് അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ഒരു കോഴ്സായിട്ട് മാറും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതിന് പറ്റിയ കോഴ്സുകൾ, ഫ്യൂച്ചർ അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ മാസ്റ്റേഴ്സ് പോർട്ടലിലായിരുന്നു. കാരണം മാസ്റ്റേഴ്സ് പോർട്ടൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏത് രാജ്യത്തെയും ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രോബ്ലി ഇപ്പോൾ എല്ലാവരും ChatGPT ആയിരിക്കും. അന്ന് ChatGPT ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ വെബ്സൈറ്റ് യൂസ് ചെയ്തു. അതിൽ നിന്ന് എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഓരോ കോഴ്സുകൾ കണ്ടുപിടിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയത് എനിക്ക് കുറച്ചും കൂടെ ഡിജിറ്റലി സൗണ്ട് ആവാൻ പറ്റിയ ഡിജിറ്റൽ സ്കിൽ സെറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ കോഴ്സുകളുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ മെഡിക്കൽ ഇൻഫോർമാറ്റിക്സ്, ഡിജിറ്റൽ ഇൻഫോർമാറ്റിക്സ്, ഡിജിറ്റൽ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, അങ്ങനെ ഇങ്ങനത്തെ കുറേ കോഴ്സുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ജർമ്മനി ആയിരുന്നല്ലോ. അപ്പോൾ ജർമ്മനിയിലെ എല്ലാ ഈ പറയുന്ന പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ട് ആ കോഴ്സുകൾ അത് ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് നോക്കിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിലെ അവരുടെ വെബ്സൈറ്റ് എടുക്കും. യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റ് എടുത്തിട്ട് ഈ കോഴ്സിൻ്റെ മൊഡ്യൂൾസ്, ഈ കോഴ്സിൻ്റെ ഒരു പേജ് കാണും അവർക്ക്, ഇൻ്റർനാഷണൽ സ്റ്റഡീസ്. അത് ആ ഒരു വെബ്സൈറ്റിൽ, ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ആ കോഴ്സിൻ്റെ പേജ് എടുത്തിട്ട് ചെക്ക് ചെയ്യും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആരാണെന്ന്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഇമെയിൽ ID നമുക്ക് അവിടുന്ന് കിട്ടും. അങ്ങനെ കുറേ പ്രൊഫസർമാർക്ക്, അവിടുത്തെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്ക് ഞാൻ ഇമെയിൽ അയച്ചു. അപ്പോൾ ഇമെയിൽ അയക്കുമ്പം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ കോഴ്സിന് ഞാൻ എലിജിബിൾ ആവാൻ ചാൻസ് ഉണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എനിക്കിത് ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഞാൻ എലിജിബിൾ ആണോ എന്നുള്ള രീതിയിൽ ഇമെയിൽ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇമെയിൽ അയച്ച് എനിക്ക് കുറച്ച് റിപ്ലൈസും റെസ്പോൺസസൊക്കെ വന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാരുടെ അടുത്തുനിന്ന്. അപ്പം ചിലർ ഇത് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ സോറി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പോൺസസും ഉണ്ടായിരുന്നു. പക്ഷേ ജർമ്മനി അവിടുത്തെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസും ഒക്കെ നല്ലതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഞാൻ ആ സമയത്ത് കണ്ടതെന്ന് വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ജർമ്മനിയിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആലോചിച്ച് കുറച്ച് സ്ട്രെസ്സായി. അങ്ങനെ എന്നാൽ ജർമ്മനി നോക്കണ്ട, അയർലൻഡോ UK നോക്കാം, അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് പോയി. അപ്പോൾ ഈ ജർമ്മനി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അതേസമയം അതിൻ്റെ കൂടെ അയർലൻഡും UK യൂണിവേഴ്സിറ്റീസ് നോക്കാൻ തുടങ്ങി. അങ്ങനെ അയർലൻഡ് നോക്കി കഴിഞ്ഞപ്പോൾ അയർലൻഡിൽ ആപ്ലിക്കേഷൻ വെക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് റിജക്ഷൻ വന്നു. അത് അയർലൻഡിലും ഇതുപോലെ നമുക്ക് അയർലൻഡും UK കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ, കാരണം ഏജൻസികൾ അപ്ലൈ ചെയ്തോളും. പക്ഷേ അതേസമയം വരുമ്പോൾ ജർമ്മനി റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് വരുമ്പം ആ സമയത്ത് ഒരു ഏജൻസിയും ജർമ്മനി ആപ്ലിക്കേഷൻസ് ചെയ്യാറില്ല, നമ്മൾ സോളായിട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് ജർമ്മനിയിലെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ഏജൻസികൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരത് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ തന്നെ എല്ലാ ആപ്ലിക്കേഷൻ വർക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലാംഗ്വേജും പറയുന്നുണ്ടായി ചില കോഴ്സുകൾ ചില യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഓൾറെഡി ആയുർവേദം ബാച്ചിലേഴ്സ് ആയ കാരണം നമുക്ക് ജർമ്മനിയിൽ ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ ലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് വരുന്ന കാരണം കുറച്ച് ലിമിറ്റേഷൻ വന്നു. അതായത് ഒരുപാട് കോഴ്സുകളും ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഓപ്ഷൻ ഇല്ല, നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായുള്ളൂ. അങ്ങനെ ഒന്ന് സ്ലോ ആക്കിയിട്ട് അയർലൻഡിലെ UK യൂണിവേഴ്സിറ്റീസ് നോക്കാൻ തുടങ്ങി. അങ്ങനെ അയർലൻഡ് നോക്കിക്കഴിയുമ്പോൾ അയർലൻഡ് യൂണിവേഴ്സിറ്റീസ് കുറച്ച് പാടാണ് കിട്ടാൻ. സ്പെഷ്യലി നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ മാർക്കാണ് അവർ നോക്കുക. അപ്പോൾ ബാച്ചിലേഴ്സിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, അതിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിലാണ് ചില യൂണിവേഴ്സിറ്റീസൊക്കെ അയർലൻഡിൽ നമുക്ക് അഡ്മിഷൻ ഓഫർ ചെയ്യുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അയർലൻഡിൽ അപ്ലൈ ആക്കി, അത് റിജക്റ്റ് ആയി.
പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷനാണ് UK. UK നമുക്ക് ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഹെൽത്ത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം വരുന്നില്ല. നമുക്ക് ഇംഗ്ലീഷ് വെച്ച് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാമായിരുന്നു. പിന്നെ ഏജൻസീസും ഇത് ടേക്കപ്പ് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ UK കോൺസെൻട്രേറ്റ് ആക്കാൻ തുടങ്ങി. ബാക്ക് ടു UK. അങ്ങനെയാണ് UK ആ സമയത്ത് 2 കൊല്ലത്തെ PSW ഓപ്പൺ ആയ ടൈമും കൂടി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കൊല്ലം പഠിക്കാം, 2 കൊല്ലം നമുക്കിവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് UK എത്തുന്നത്. UK ഹെൽത്ത് ഇൻഫോർമാറ്റിക്സും ഡിജിറ്റൽ ഹെൽത്തും കോഴ്സുകളാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഈ 2 കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ നോക്കിയത് എനിക്ക് ഡിജിറ്റലി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അനാലിസിസ് ആ ഒരു ഫീൽഡിലോട്ടൊരു സ്വിച്ച് വേണമെന്നുണ്ടായി ആ സമയത്ത്. കാരണം കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്തെങ്കിലും ജോലിയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ആ സമയത്ത്, കരിയർ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ. അങ്ങനെ മാസ്റ്റേഴ്സ് പോർട്ടലിൽ കയറി UK യൂണിവേഴ്സിറ്റീസ് നോക്കി. അപ്പം ഒരു ഏജൻസി ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് കോഴ്സുകളും കുറച്ച് യൂണിവേഴ്സിറ്റീസും പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിനെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഈ കോഴ്സിനെ പറ്റി. ആരും അങ്ങനെ എടുക്കാറില്ലാത്തൊരു കോഴ്സായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ തന്നെ ഞാൻ അപ്പം അവരോട് പ്രത്യേകം പറഞ്ഞു, അതായത് ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റീസിലേക്ക് ഞാൻ പറയുന്ന കോഴ്സ് അപ്ലൈ ചെയ്താൽ മതി, എനിക്ക് പബ്ലിക് ഹെൽത്തും വേണ്ട, ഇങ്ങനത്തെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് കോഴ്സുകളും അയക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം അവരതിനൊരു പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ടൈപ്പും ലിങ്കുമുള്ള യൂണിവേഴ്സിറ്റീസാണ് ഈ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇവിടുത്തെ മിക്ക യൂണിവേഴ്സിറ്റീസിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ആയാലും. അങ്ങനെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ഡിജിറ്റൽ ഹെൽത്ത് ഇത് റിലേറ്റഡ് ആയിട്ട്, അതായത് MSc ഇൻ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, MSc ഇൻ ഡിജിറ്റൽ ഹെൽത്ത്, ഇങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കോഴ്സുകൾ. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ, സ്വാൻസി യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ, അത് കുറച്ച് റാങ്കിങ് കുറവുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് അധികം കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ചും കൂടെ ടെക്നിക്കലാണെന്ന് തോന്നി ആ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ. അപ്പം ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത 2 യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതലുണ്ടായി. പക്ഷേ നമ്മൾ ഹോപ്പ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ കിട്ടണേന്നാണ്. കാരണം ആ സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയും കോഴ്സുകളെ പറ്റി നോക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റീസിനെ അതായത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസിനെ റാങ്ക് അനുസരിച്ച് ഞാൻ ഒന്ന് ഫിൽട്ടർ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഡിജിറ്റൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ ആ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഏകദേശം എനിക്ക് വന്നത്. UK റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അണ്ടർ 20 യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ സ്വാൻസി യൂണിവേഴ്സിറ്റിയും അണ്ടർ 25 ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്വാൻസി എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതല്ല, പക്ഷേ റസൽ ഗ്രൂപ്പിൽ വരുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റീസിനെയും റാങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബാച്ചിലേഴ്സിൻ്റെ മാർക്ക് വെച്ചിട്ട് മാക്സിമം ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഗ്ലാസ്ഗോയിലും സ്വാൻസി യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തു. ഗ്ലാസ്ഗോയിൽ നിന്ന് റിജക്ഷൻ വന്നു. സ്വാൻസി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആക്കി. അപ്പം ഈ പ്രൊസീജിയർ ഈ ആപ്ലിക്കേഷൻ വർക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്കോളർഷിപ്പുകളെ പറ്റിയിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പിനെ പറ്റി അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ UK ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ആപ്ലിക്കേഷൻ അയച്ച് അവർ അക്സെപ്റ്റ് ആക്കുകയാണെങ്കിൽ അവർ ബേഴ്സറി എന്നും പറഞ്ഞ് കുറച്ച് പൈസ അവർ ഡിഡക്ഷൻ തരും നമുക്ക് ഫീസ് അടയ്ക്കുന്നതിന്. പക്ഷേ ആ ബേഴ്സറിയും സ്കോളർഷിപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. സ്കോളർഷിപ്പ് നമ്മൾ അപ്ലിക്കേഷൻ അയച്ച് നമ്മൾ ഫില്ലിൻ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ എൻ്റെ ബാച്ചിലേഴ്സിൻ്റെ എൻ്റെ മാർക്ക് വെച്ചിട്ട് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ പ്രത്യേകിച്ച് സ്കോളർഷിപ്പൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. എനിക്ക് എലിജിബിളായിട്ട് അയക്കാൻ പറ്റിയ സ്കോളർഷിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ബാച്ചിലേഴ്സിന് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റിങ്ഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിവീനിങ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഇത് ഒരു ഏജൻസി ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വെയിൽസിലെ യൂണിവേഴ്സിറ്റി ആയിരുന്നു സ്വാൻസി യൂണിവേഴ്സിറ്റി. അപ്പോൾ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ ഗ്ലോബൽ വെയിൽസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു സ്കോളർഷിപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബൽ വെയിൽസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ്, അത് USA, ഇന്ത്യ,
അങ്ങനെ കുറച്ച് കപ്പിൾ ഓഫ് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ്റർനാഷണലിൽ നിന്ന് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് മാത്രമുള്ള ഒരു സ്കോളർഷിപ്പായിരുന്നു. ആ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10,000 പൗണ്ട്സ്, ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ ഫീസിൽ നിന്ന് അവർ ഡിഡക്റ്റ് ചെയ്യും ആ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അത് ഒരു യൂണിവേഴ്സിറ്റിയിലെ 2 സ്റ്റുഡൻസിനെ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി ഞാൻ അവരുടെ വെബ്സൈറ്റ് എടുത്തു. അങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട്, അതിനൊരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്, അതൊക്കെ കണ്ടു. അപ്പോൾ ഈ സ്കോളർഷിപ്പിനെ പറ്റി ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അയക്കുന്ന ഏജൻസി ഉണ്ടല്ലോ, ആ ഏജൻസിക്കാരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ആ സമയത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ അയക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ടൈമിലാണ് ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് 4 or 5 essay ആണ് നമ്മൾ എഴുതേണ്ടത്. 5 essay 4 essay ആയിരുന്നു. അപ്പം 4 or 5 ക്വസ്റ്റ്യൻ കാണും, അതിന് നമ്മൾ essay എഴുതണം. ലിമിറ്റഡ് വേർഡ്സും ആയിരിക്കും. മേ ബി എനിക്ക് തോന്നുന്നു 250 to 400 ആ റേഞ്ചിലുള്ള അത്രയും വേർഡ് ലിമിറ്റുള്ള 4 or 5 essay. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നും എനിക്കിപ്പം വലിയ ഓർമ്മയില്ല. അപ്പോൾ അതിന് എനിക്കൊന്നൊരു 3-4 ദിവസം, മേ ബി ഒരു 1 week എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ലാസ്റ്റ് ഡേക്ക് മുന്നേ. അപ്പോൾ അത് സമയം പോലെ ഇരുന്ന് അതും ഒരുപാട് നമ്മൾ ഇവിടെ വന്നാൽ ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ, എന്തെങ്കിലും സ്പെഷ്യൽ ടാലൻ്റ് ഉണ്ടോ, എന്തെങ്കിലും അങ്ങനെ നമ്മളെ പറ്റിയിട്ടുള്ളത് മാക്സിമം. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സ്വാൻസിയിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെയിൽസിൽ എനിക്ക് തോന്നുന്ന എത്രയോ യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളത് അത്. അങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അതിൽ ഒരു 4 or 5 essay ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ. അപ്പം ആദ്യം വന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താണ് വിസ പ്രോസസ്സിങ് ആണല്ലോ നെക്സ്റ്റ്. വിസ മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ IELTS എഴുതി പാസ്സായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു അയർലൻഡും UK വിസ ആ ഒരു യൂണിവേഴ്സിറ്റീസ് നോക്കി തുടങ്ങിയപ്പോൾ IELTSും പാസ്സായിരുന്നു. UK എല്ലാ യൂണിവേഴ്സിറ്റീസും ചോദിക്കാറില്ല, പക്ഷേ ചില യൂണിവേഴ്സിറ്റീസ് IELTS മസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ സ്പെഷ്യലി ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അതിൽ അവർക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇതും വെക്കണമായിരുന്നു. അപ്പോൾ IELTS പാസ്സായിരുന്നു. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രോസസ്സിങ് തുടങ്ങാം. മെഡിക്കൽ ചെക്കപ്പ്, ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ ഏജൻസിക്ക് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു പ്രൊസീജിയറൊക്കെ കുറേ എളുപ്പമായിരുന്നു. കാരണം ഏജൻസി ആയിരുന്നു മോസ്റ്റ്ലി ചെയ്തത്. നമ്മൾ ഫണ്ട് കാണിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു വിസ വരുന്നതിന് 1 week മുന്നേ എനിക്ക് ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് മെയിൽ വന്നു, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് 18,000 pounds ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. അതിൽ 18,000 poundsൽ 10,000 ഡിഡക്റ്റായി ആ സ്കോളർഷിപ്പ് കിട്ടിയ കാരണം. പിന്നെ 8,000 മാത്രം, അതായത് ഏകദേശം 8 ലക്ഷം രൂപ മാത്രമേ ഫീസ് പിന്നെ വന്നിട്ടുള്ളൂ. 18 ലക്ഷത്തിൻ്റെ അടയ്ക്കേണ്ടടുത്ത് നമുക്ക് 8 lakhs ആയുള്ളൂ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പല ഏജൻസികൾ വഴി അയക്കുമ്പോഴും ഇങ്ങനെ കുറേ സ്കോളർഷിപ്പുകൾ നമുക്ക് അയക്കാൻ പറ്റിയ എലിജിബിൾ ആയിട്ടുള്ള, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറേ സ്കോളർഷിപ്പ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലൊക്കെ നല്ല മാർക്കുണ്ടെങ്കിൽ ചിവീനിങ് സ്കോളർഷിപ്പ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിവീനിങ്ങിൽ എനിക്ക് തോന്നുന്നു 13 essays ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതിൽ നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷേ കിട്ടിയ ഇതുപോലെ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 10,000 pounds അങ്ങനെ അങ്ങ് മാറി. അങ്ങനെ വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അങ്ങനെയാണ് സ്വാൻസി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൺഫേം ആക്കുന്നത് മെയിനായിട്ട് കോഴ്സ്. അപ്പോൾ ഈ സ്വാൻസി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് ആ ഏജൻസിക്കാരോട് ആദ്യം പറയുമ്പോൾ അവർക്ക് ആ യൂണിവേഴ്സിറ്റിനെ പറ്റി കേട്ട പരിചയം പോലും ഉണ്ടായില്ല. കാരണം അവർക്ക് ഡയറക്റ്റ് ടൈപ്പ് ഇല്ലാത്തൊരു
യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത കാരണം അവർ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പറഞ്ഞ കോഴ്സ് വെച്ചിട്ട് അവർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ ആപ്ലിക്കേഷനും കോഴ്സിലോട്ട് ഏത് കോഴ്സ് പഠിക്കാൻ വരുന്നതെന്നൊക്കെ ഡിസൈഡ് ആയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പഠിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഏജൻസിക്കാർ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല, നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പം എനിക്ക് ആ സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു, ഫീസ് കുറവായിരുന്നു, ഫീസ് ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഈ പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ കോഴ്സ് പഠിക്കാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ വരാം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അതായത് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ മൊഡ്യൂളൊക്കെ കണ്ടു, പക്ഷേ ഇത് പഠിച്ചാൽ എന്ത് ജോലിക്ക് ഞാൻ ഇവിടെ കയറുമെന്ന് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പം അതിന് ഒരു സമാധാനം കിട്ടാനായിട്ട് അതിനും ഞാൻ കുറച്ച് പുറകിൽ റിസർച്ച് നടത്തിയായിരുന്നു. അതായത് ഇത് പഠിച്ച ആൾക്കാരെ ലിങ്ക്ഡിൻ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായി ആ സമയത്ത്. അതുകൊണ്ട് വലിയൊരു യൂസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ അത് കഴിഞ്ഞിട്ട് അവർ അതിന് അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ കയറിയ ജോലികൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു യൂസ് ഉണ്ടായിരുന്നു ലിങ്ക്ഡിൻ വഴി ഇത് പഠിച്ച അലുമിനി ആയിട്ടുള്ള ആൾക്കാരെ സെർച്ച് ചെയ്ത് കാരണം. പക്ഷെ ചിലരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരോട് ഈ കോഴ്സിനെ പറ്റി അന്വേഷിച്ചു, എങ്ങനെയുണ്ട്, പഠിക്കാൻ എളുപ്പമാണോ, പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ചോദിച്ചു. പക്ഷേ അത് ശരിക്കും എനിക്ക് മനസ്സിലായത് ഞാനിവിടെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ആൾക്കാർ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയില്ല നമ്മൾ എവിടെയാണ്, എങ്ങനെ ഇതൊരു ജോബ് അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി കിട്ടുന്നതിനെ പറ്റിയോ അത് എങ്ങനെ ഒരു ജോലിയിൽ ലാൻഡ് ചെയ്യുന്ന ആ സമയത്തും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാരണം ഈ കോഴ്സ് പഠിക്കുന്ന പറഞ്ഞല്ലോ പല നഴ്സുമാരുണ്ട്, ഡെൻറ്റിസ്റ്റുകൾ, ആയുർവേദ ഡോക്ടേഴ്സ്, അതുപോലെ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ്, എല്ലാവരും ചെയ്യുന്നൊരു കോഴ്സാണ് ഈ കോഴ്സ്. പക്ഷേ ഏത് ജോലിയിൽ ലാൻഡ് ചെയ്യുന്നു നമുക്ക് ആ സമയത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ലിമിറ്റഡ് നോളജും ലിമിറ്റഡ് ആക്സസും വെച്ചിട്ട് ലിങ്ക്ഡിൻ വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു വന്നൊരു ഐഡിയ ആണ് NHSൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു അംബ്രല്ല ടേമാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് കുറേ ഡയറക്ഷനുണ്ട് നമുക്ക് പോകാൻ പറ്റിയ. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് പോവാം, ക്ലിനിക്കൽ സിസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് കയറാം, റിസർച്ചിലോട്ട് പോവാം, അതുപോലെ ഡേറ്റ അനാലിസിസിലോട്ട് പോവാം, ഒരു അനലിസ്റ്റ് ആവാം, അങ്ങനെ പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആവാം. അങ്ങനെ കുറേ ഡയറക്ഷനിൽ പോകാൻ പറ്റിയ ഒരു കോഴ്സായിരുന്നു അത്. പക്ഷേ ഇത്രയും ജോബ് റോൾസിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അത് ആ ഒരു ജേണി, ആ ഒരു പ്രോസസ്സ് ആ സമയത്ത് നമ്മൾ ഈ കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നേ ഉണ്ടായുള്ളൂ. ഈ സമയത്ത് ഞാൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഗ്രോത്തിൽ എനിക്ക് ഇപ്പോഴാണ് ആ ഒരു നോളജ് കിട്ടിയത്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ഒരു ഫെഡറേഷൻ ഉണ്ട്, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഫെഡറേഷനിൽ ഹെൽത്ത് ഇൻഫോർമാറ്റിക് പ്രൊഫഷണൽസ് ആണ് നമ്മളെല്ലാവരും, ഇത് കോഴ്സ് പഠിച്ച ആൾക്കാരൊക്കെ. പിന്നെ നമുക്ക് NHSൽ മാത്രമല്ല കേട്ടോ ജോലി, നമുക്ക് പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ജോലി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ NHS ജോലിയാണ് പ്രിഫർ ചെയ്യണത്. പല റീസൺസ് ഉണ്ട്, അത് നമുക്ക് NHS ടോപ്പിക്കിലോട്ട് വരുമ്പോൾ സംസാരിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ നോക്കിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ പഠിക്കാൻ വരുമ്പം മനസ്സിൽ വെക്കേണ്ടത്, ടോപ്പ് റാങ്കിങ് ആണെങ്കിൽ അങ്ങനത്തെ റാങ്കിങ് അനുസരിച്ച് റാങ്കിങ് കൂടുന്തോറും ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാൻഡേർഡും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. അതായത് പഠിക്കുമ്പോൾ ഓരോ അസൈൻമെൻറ്റുകളും പാസ്സാവാൻ നമ്മൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അത്രയും സീരിയസ് ആണ്
ഇവിടുത്തെ ഓരോ അസസ്മെൻറ്റുകളും. സ്പെഷ്യലി നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനാണ് വരുന്നതെങ്കിൽ ഒറ്റ കൊല്ലമേ ഉള്ളൂ നമുക്ക്. അതിലെനിക്ക് തോന്നുന്നൊരു 7 മൊഡ്യൂൾസ് ആയിട്ട് ഉണ്ടായിരുന്നു, ഡിസർട്ടേഷൻ ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ ആ 7 മൊഡ്യൂൾസും നമ്മൾ കറക്റ്റ് ടൈമിൽ പാസ്സാവണം. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസ് മാത്രമേ കിട്ടൂ പിന്നെ അത് എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് കൂടുന്തോറും നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സ്റ്റാൻഡേർഡും അവർ തരുന്ന എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡും കൂടും. അപ്പോൾ ലാസ്റ്റിലോട്ട് പറയാൻ വെച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ UK ഒരു ജോബ് മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും ഏത് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല. നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ചാൽ അതെപ്പോഴും അതൊരു വാല്യൂ ആണ്. ഇപ്പോൾ സ്വാൻസി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പോലെ, നമ്മൾ ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഓക്സ്ഫോർഡിൽ പഠിച്ചാൽ അതിൻ്റെ ഒരു വാല്യൂ കാണും. അതുപോലെ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണും. ബട്ട് ദെൻ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിച്ച് നമ്മൾ പോകുമ്പോഴാണെങ്കിലും അവർ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസസും നമ്മുടെ സ്കില്ലുമാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ സ്കില്ല് ഉണ്ടെന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ, അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ ഓരോ സിറ്റുവേഷൻ വെച്ച് നമ്മളതിനെ ഡീറ്റെയിൽ ചെയ്ത് അവരുടെ മുന്നിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടും. അതുപോലെ ഇപ്പോൾ NHSലൊക്കെ ആണെങ്കിൽ നമ്മളെക്കാട്ടിയും NHS അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ NHSൽ ഒരു ചെറിയ റോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവരെ ആയിരിക്കും പ്രിഫർ ചെയ്യുക, നമ്മളെ ആയിരിക്കില്ല. അത് ഇൻ കേസ് നമുക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മൾ വലിയ ഡിഗ്രി എടുത്തെന്ന് പറഞ്ഞിട്ടോ ഇവിടെ അതിനൊരു വാല്യൂ ഇല്ല. അങ്ങനെ ഇവിടെ മെയിനായിട്ട് സ്കില്ലിനും എക്സ്പീരിയൻസിനുമാണ് നമ്മളൊരു ജോബ് റിലേറ്റഡ് ആയിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നോക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിട്ട് വേണം. ഏത് കോഴ്സ് പഠിക്കാൻ വന്നാലും ഒരു ജോലിക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള സ്കില്ലുകളും എക്സ്പീരിയൻസുകളും അവരുടെ മുന്നിൽ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആയുർവേദം പഠിച്ചവരോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് എന്ത് പഠിച്ചവർക്കാണെങ്കിലും ഒരു ഓപ്ഷനാണ്, അതായത് പബ്ലിക് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. അതല്ലാതെ പഠിക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. എസ്പെഷ്യലി ഇപ്പോൾ ഓസ്ട്രേലിയ അതുപോലെ USA ഇവിടെയൊക്കെ തന്നെയാണെങ്കിലും ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വൈഡായിട്ട് നോണാണ് ആൾക്കാരുടെ ഇടയിൽ കമ്പയർഡ് ടു UK ഒക്കെ. കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഈ കോഴ്സ്. അപ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിന് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒരു കരിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്തെങ്കിലും പറയാൻ മിസ്സായി പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസും ഓർത്തോർത്ത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി ലൈഫിനെ പറ്റിയിട്ടാണ്. പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ലൈഫ് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എനിവേയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.